സർക്കാർ രൂപീകരണ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചന്ദ്രബാബു നായിഡുവുമായും നിതീഷ് കുമാറുമായും നാളെ കൂടിക്കാഴ്ച നടത്തുമെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. രാധാകൃഷ്ണനുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുവാനായി. ആർക്കൊപ്പം ആരാദ്യം പോകുമെന്നതാണ് ആകാംക്ഷ. നിതീഷ് കുമാറും ഒപ്പം ചന്ദ്രബാബു നായിഡുവും രാജ്യത്തിന്റെ ആകെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു. നിതീഷ് ആണെങ്കിൽ ഇപ്പോൾ NDAയുടെ ഭാഗമാണ്. പക്ഷേ ചന്ദ്രബാബു നായിഡു അത്ര പെട്ടെന്ന് NDAയുടെ പാളയത്തിലേക്ക് എത്താൻ പൂർവ്വകാലത്തെ ചില കേസുകളും നടപടികളും ഒക്കെ മടിപ്പിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? നിലവിലുള്ള സാഹചര്യത്തിൽ ഈ രണ്ടുപേരും ഡൽഹിയിലേക്ക് നാളെ എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. BJP മനസ്സിലാക്കുന്നത് അപ്രകാരമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തമായിട്ടുള്ള ചിത്രമായിരിക്കും അത് നൽകുക. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ പാർട്ടികളെ സംബന്ധിച്ച് ഈ ഭൂരിപക്ഷം തികയ്ക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണി കക്ഷികളും ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെ യോഗവും ഡൽഹിയിൽ നാളെ ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലേക്ക് ചന്ദ്രബാബു നായിഡുവും ഒപ്പം നിതീഷ് കുമാറും എത്തുന്നത് BJP നേതൃത്വത്തിന് വ്യക്തമായിട്ടുള്ള ഉറപ്പ് നൽകിയ പശ്ചാത്തലത്തിലാണ് എന്ന അവകാശവാദമാണ് BJP ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൽഹിയിലെത്തുന്ന അവർ കാണുമെന്ന് അറിയുന്നു. ഒരു NDA എന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തെ വിപുലപ്പെടുത്താനുള്ള തീരുമാനം ഏതായാലും BJP കൈക്കൊണ്ടിട്ടുണ്ട്. ചന്ദ്രബാബു നായിഡുവിനെ അതിന്റെ കൺവീനറാക്കാനാണ് ഇപ്പോൾ BJP ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ NDA സർക്കാർ രൂപീകരിക്കുക എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറും എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ശരിയാർക്ക് ഏതായാലും ചന്ദ്രബാബു നായിഡുവിനെ ഒപ്പം കൂട്ടി മുന്നണിയുടെ ഭാഗമാക്കിക്കൊണ്ട് തന്നെ മൂന്നാം വട്ടം അധികാരത്തിലേക്ക് എത്തുക എന്നതാണ് BJP ലക്ഷ്യം വെക്കുന്നത്. മറുഭാഗത്ത് ശരത് പവാറിന്റെയും മമതാ ബാനർജിയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമൊക്കെ നായിഡുവുമായുള്ള ആശയവിനിമയം പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം മുമ്പ് തങ്ങൾക്കൊപ്പം ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിൽ തുടക്കത്തിൽ നായകസ്ഥാനത്തുണ്ടായിരുന്ന നിതീഷ് കുമാറിനെയും ഇന്ത്യ പാളയത്തിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷ പാർട്ടികളുടെ ശ്രമവും തുടരുകയാണ്.